ആയില്ലല്ലോ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതല്ലേ. അത് വാർത്തകൾ വരുന്നതാണ്. ആ വാർത്തകൾക്ക് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ചാനലുകാരും, എല്ലാവരും അല്ല, കുറച്ച് പേര് സ്ഥാനാർത്ഥി അങ്ങ് തീരുമാനിക്കുകയാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ. ചില ചാനലുകൾ രാവിലെ ഒരാളെ തീരുമാനിക്കും, ഉച്ചയായപ്പോൾ പറയും മറ്റേ ഭാരം കൂടുതലെന്ന് പറയും. ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും. അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അനൗൺസ് ചെയ്താൽ, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം. ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല.